എന്താ പണക്ക് ഈ നേരത്ത് പണി? ഞാനെടി രാവിലെ മുതൽ നിക്കൽ തുടങ്ങിയതല്ലേ ഈ മഴ ഇങ്ങനെ. അപ്പൊ 2 തിരുമ്പാണ്ടായിരുന്നു. അപ്പൊ ആ നേരം തിരുമ്പിടട്ടെ വെച്ചിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയതാ. അതെന്തൊക്കെ ഈ നേരത്ത്? ഞാനെടി ഒരു കാര്യം പറയാൻ വേണ്ടിട്ട് വന്നതാണേ. ഞാൻ പറഞ്ഞില്ല എന്നോട് എന്റെ കുടുംബത്തിൽ ഒരു ചെക്കുണ്ടെന്ന്. എന്റെ മോൾക്ക് കല്യാണം ആലോചിച്ചില്ലേ? ആ കാര്യം പറയാൻ തന്നെ വന്നത്. ഓല് നാളെ പെണ്ണ് കാണാൻ വരാന്ന് പറഞ്ഞിക്കണ്. അപ്പൊ ഈ ഓളെ നീ കോളേജിക്ക് നാളെ പറഞ്ഞേക്കണ്ട. അത് പറയാൻ വേണ്ടിട്ടാ ഞാൻ വേണ്ട പോകുന്നത്. തന്നെ? ഞാൻ ഓളെ പറഞ്ഞേക്കാതിരുന്നോളാം. അല്ല ഇതിപ്പോ എവിടുന്നാണ് കല്യാണം? ഇന്റെ തറവാടിന്റെ അടുത്ത് തന്നെയാണല്ലോ ഓലെ പെരി. അപ്പൊ ഞാൻ ഇന്നലെ ഓലെ പെരേക്ക് പോയപ്പോ ഓല് പറയേ. എന്റെ കുടുംബത്തന്നെയാണല്ലോ അല്ലേ? എന്തായാലും ഞാൻ തന്നെ ഓളെ നാളെ പറഞ്ഞേക്കണില്ല. ഓല് വന്ന് കണ്ടു പോയിക്കോട്ടെ. എന്നാ ജോളോട് പറഞ്ഞാളാ. എന്തായാലും നല്ല മഴയും പെയ്യുന്നുണ്ട്. ഞാനവിടെ പോട്ടെ എന്നാലും. ആയിക്കോട്ടെ. എന്ന് വെച്ചാൽ രാവിലെ ഇങ്ങോട്ട് വായോ. എന്നാ രാവിലെ ഞാൻ ഇങ്ങോട്ട് വരണ്ട്. പെണ്ണിനോട് പോയി പറയട്ടെ. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ ഓളെ കൂട്ടുകാരത്തേക്ക് വിളിച്ചിട്ട് നാളത്തെ കാര്യങ്ങളൊക്കെ ഓള് തീരുമാനാക്കും. പോയി പറയാ. പഠിപ്പും ഫോണലോക്കലും കൂടി അല്ലേ ഇതിലിപ്പോ ഏതാ നടക്കണത്? കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ഇതെന്താണ് നീങ്ങിരുന്ന കാല് നോട്ടിച്ചിങ്ങനെ ഇരിക്കാണ്. മതി പഠിച്ചതൊക്കെ. പഠിപ്പൊന്നും അല്ലാന്നുള്ളത് എനിക്ക് മനസ്സിലായിരിക്കണം. മേൽത്താത്താന്റെ കുടുംബക്കാര് നാളെ എന്നെ പെണ്ണാണാൻ വരുന്നുണ്ട് അത്ര. നീ നാളെ കോളേജിൽ പോകുന്നു വേണ്ട. ഒന്നും പറഞ്ഞാൽ പറ്റൂല. എനിക്ക് നാളെ എക്സാം ഒക്കെ ഉള്ളതാണ്. മോഡൽ എക്സാം ഉള്ളതാണ്. എനിക്ക് മുടക്കാൻ പറ്റൂല. വേണ്ടേനും വേണ്ടാത്തേനൊക്കെ ഇങ്ങനെ മുടങ്ങണാണാല്. വെറുതെ കല്യാണാണ് കളിയാട്ടാണ് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞതിന് എനിക്ക് മുടങ്ങാൻ വെച്ചല്ലേ? നിങ്ങൾ പറഞ്ഞ മാതിരിയൊന്നല്ല. എനിക്ക് പറ്റൂല പറഞ്ഞാൽ പറ്റൂല. അതന്നെ. അതൊന്നും പറഞ്ഞാ പറ്റൂല. നാളെ ഓല് വരുന്നെ ചെയ്യും. അന്നെ കാണും ചെയ്യും. അന്നെ ഇന്ന് ഈ പെരന്റെ ഉള്ളിൽ ഇങ്ങനെ ഇട്ട് വളർത്താ. ഈ ഫോണിൽ കളിച്ചാനല്ലേ ഡെയിലി കോളേജിലാണ് കാരണം പോണത്. എന്തായാലും നടക്കൂല. ഞാൻ പറഞ്ഞതേ ഇവിടെ നടക്കുള്ളൂ. നാളെ പോണ്ട. പിള്ളേർക്ക് നല്ലൊരു ഡ്രസ്സ് എടുത്തിട്ടോളുണ്ട്. അപ്പൊ ഞാൻ എന്തേലും പറഞ്ഞ അവർക്ക് മുണ്ടാനൊന്നും വെച്ച. ഞാൻ കാണ്ടിന് നാളെ കോളേജിക്ക് പോണത്. എന്തായാലും ഓർക്കൊന്ന് വിളിച്ചിട്ട് പറയാം. ഹലോ എടി, ഞാൻ നാളെ കോളേജിൽ ഇല്ല കേട്ടോ. എന്റെ പെണ്ണാണോ ആരൊക്കെ വരുന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ കൊറേ പറഞ്ഞു നോക്കി എക്സാം ഉണ്ട് എന്നൊക്കെ. ഒരു പൊടിക്ക് കേൾക്കണില്ല. ഞാൻ എന്ത് ചെയ്യാനാണ്? ഇത് സാറിനോട് പറഞ്ഞാളാ. ഞാൻ ഉമ്മാനോട് പറയാൻ പോവാണ്. എന്നാ ഞാൻ എന്താ ചെയ്യാ? അതിങ്ങനെ ഒളിച്ചെക്കുക പറ്റൂല. ഞാൻ ഉമ്മാനോടുള്ള കാര്യം പറയാൻ പോവാണ്. ഞാൻ എന്താച്ചാ വരണേ വരട്ടെ. എന്തായാലും ഉമ്മ കല്യാണക്കാര്യം വരെ എത്തിക്കണം. ഇനി ഇത് പറഞ്ഞിട്ടില്ലെങ്കിൽ ശരിയാവൂല. വരുന്നോടത്ത് വെച്ച് കാണാം. ഞാൻ പോയി പറയാൻ പോവാ. ശരി എന്നാ. ഉമ്മ എന്തേ? നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. നാളെ കോളേജിക്ക് പോണെന്ന് പറയാനാണെന്നുണ്ടെങ്കിലേ ഉമ്മാന്റെ കുട്ടി ഇങ്ങോട്ട് വരണ്ട. അതൊന്നുമല്ല. നിങ്ങൾ എന്തായാലും കല്യാണമൊക്കെ നോക്കല്ലേ? എനിക്കൊരാളിഷ്ടാണ്. അയാളെ മതി. ഇഷ്ടാ? ഇതിനാണ് കോളേജിക്ക് പറഞ്ഞിട്ട് പോണത്. ഇമ്മ ജീവനോടുള്ളവർത്തോളം കാലേ ഇത് നടക്കൂല. എന്റെ ഈ പൂതിയൊന്നും ഒട്ടി ഒരുങ്ങി നേരം വെക്കുമ്പോൾ പോവുക. ഇതിപ്പോ കണ്ണി കണ്ട ആണുങ്ങളോട് പ്രേമാത്ര ഒഴുക്ക് പറയണില്ല. നാളെ ഓല് വരും. എന്നെ കാണുന്നെ ചെയ്യും. ഞാൻ ഈ നാട്ടുകാരെ മുന്നിൽ ഇനി എങ്ങനെ നോക്കുക? അവന്റെ ഒരു പ്രേമം മണ്ണാങ്കട്ടി. നാളെ മുതൽ കോളേജിൽ തന്നെ പോണ്ട. പറഞ്ഞില്ലാന്ന് വേണ്ട. നാളെ മുതലേ ഇനി ഇവിടുന്ന് കോളേജിൽ തന്നെ പോണ്ട. ഇതിനാണല്ലേ ഞാൻ എന്നെ പൈസ കൊടുത്തിട്ട് പഠിപ്പിക്കണത്. ഈ നാളെ മുതൽ ഇവിടുന്ന് ഇറങ്ങണേ ഞാനൊന്ന് കാണട്ടെ. ഓള് പ്രേമിക്കാൻ വേണ്ടിയിട്ടാണ് ഓള് നേരെ പോലത്തെ കെട്ടി ഇറങ്ങി പോണത്. നാളെ ഓല് ഇങ്ങോട്ട് വരട്ടെ.
ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കൊണ്ടല്ലോ ഒക്കെ അറിയാം എന്താ ചെയ്യണ്ടെന്നുള്ളത്. മോക്കൊന്ന് വിളിക്കട്ടെ, ഓടൊന്നും ഇങ്ങോട്ട് വരാൻ പറയട്ടെ. ഹലോ, ഇത് പെരേലില്ലേ? ഇതൊന്നും ഇങ്ങോട്ട് വേഗം വന്നാ, ഒരു അർജന്റ് കാര്യം പറയാനാണ്. എന്റെ പെണ്ണിന്റെ കാര്യം തന്നെയാണ്. അതൊന്നുമല്ല, ഇതിങ്ങോട്ട് വേഗം വായോ. നമുക്ക് ഇത് പറയായിട്ട് എന്തോ പോലെ ഉണ്ട്. എന്നാ വേണ്ട വാ. നമ്മളങ്ങനെ വിട്ടാൻ പറ്റൂല. ഇനിയിപ്പൊ ആരേലും പിന്നെ അത് ചാടിപ്പോയ എന്താ കാട്ടുക? ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. ഇപ്പോഴത് എവിടെയാണ്? ഇപ്പൊ എന്തിനാ നമ്മൾ ഇന്നെ വിളിച്ചു വരുത്തുന്നത്? ഇജ്ജ് എന്തായാലും വേഗം വരാൻ പറഞ്ഞിന്നോട്. ഇജ്ജിങ്ങോട്ട് കേറി വാ, എന്നിട്ട് ഞാൻ പറയാം. കേറാനൊന്നും നേരമില്ല, കാക്ക വന്നിട്ട് ഞാൻ കാക്കക്ക് ചായ എടുക്കാൻ വേണ്ടി നിൽക്കുകയെന്ന്. അതൊക്കെ കൊടുക്കാണെങ്കിൽ വേഗം പോവാ. ഇങ്ങോട്ട് വായോ. ഈ പെണ്ണിന്റെ ഒരു കാര്യം. എന്താണ് ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ? എന്റെ മകള് കല്യാണത്തിന് സമ്മതിക്കണില്ല. എന്തപ്പോ കല്യാണം വേണ്ടാന്ന്? ഒന്നും പറയണ്ടടി, നമുക്ക് ഒരു ചെക്കനായിട്ട് ഇഷ്ടത്തിലാത്ര. എന്നോട് വന്ന് പറഞ്ഞ് അപ്പൊ തുടങ്ങിയത് എന്റെ കജ്ജും കാലും വിറക്കല്. നമുക്ക് ഓനെ കെട്ടിയാ മതിന്ന്. റബ്ബേ, എന്നിട്ട് അന്നോട് ഓള് ഇങ്ങോട്ട് പറഞ്ഞു ഇഷ്ടാണെന്ന്. ഇല്ലാത്തൊരു കഥ. ഇനിയിപ്പോ എന്താ നമ്മള് കാട്ടുക? ഓണത്തിന് കിട്ടുള്ളൂ. ആശുരിക്കണ്ടാ? ആശൊന്നും മുറിച്ചിട്ടില്ല. ഇജ്ജ് വേണ്ടാത്ത പണിക്ക് നിക്കണ്ട. ഓനൊക്കെ തെരഞ്ഞു പിടിക്കണത് എവിടുന്നോ ഉള്ളതേക്കാരം. നമ്മളൊക്കെ നല്ലപോലെ നോക്കിയിട്ട് തന്നെയല്ലേ കെട്ടിക്കൊള്ളൂ. അവസാനം എന്റെ മകളെന്നെ ഖേദിക്കേണ്ടി വരിക. ഇത് അതിന് സമ്മതിക്കാൻ തന്നെ നിക്കണ്ടട്ടാ. അറിയില്ല, ഞാൻ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണ്ടെന്നും അറിയില്ല. നാട്ടുകാർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മോശല്ലേ. അതെന്നെ പറഞ്ഞത്. എന്റെ മകൾ ഇതിനല്ലേ പഠിക്കാനേ അറിഞ്ഞിട്ട് പോണത്. എല്ലാത്തൊരു പെണ്ണെന്നെയാണ് എന്തായാലും. ഒന്നും പറയണ്ട. അതിനെ ഇക്കാര്യം ഓള് നേരം വെളുത്ത് കെട്ടി ഒരുങ്ങി പോണത്. ഇമ്മ എന്തൊക്കെയാണ് ഈ തള്ളനോട് പറയണത്? ഇനിയിപ്പൊ എന്തായാലും ഓളെ പഠിക്കാനൊന്നും പറഞ്ഞേക്കണ്ട. ഇതാണിപ്പൊ നല്ല കാര്യം. ആൾക്കാർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യാ? വഷളത്തരം തന്നെ അല്ല ഇപ്പൊ ഇത്. ഇനിയിപ്പൊ ഓളെ കെട്ടാൻ വരുന്ന ആ ചെക്കനോട് ഞാൻ എന്താ പറയാ? ഇനി ഓനോടൊന്നും ഇത് പറയാൻ നിക്കണ്ട, ആകെ വഷളത്തരാവും. നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്? ഞങ്ങളെ കുടുംബകാര്യത്തിൽ നിങ്ങൾ ഇടപെടാൻ നിൽക്കണ്ട. ഞാൻ എന്റെ ഉമ്മാനോട് അങ്ങനെ പറഞ്ഞിട്ടെന്നില്ല. നിങ്ങൾ എന്തിനാ ഞങ്ങളെ കാര്യത്തിൽ ഇടപെടുന്നത്? ഇത് നിങ്ങളെ കാര്യം നോക്കി പോയാ പോരെ? അപ്പൊ ഇന്ന് ഇജ്ജ് വിളിച്ചെടുത്തിട്ട് എന്റെ മകൾ ഇന്നെ മാനം കെടുത്തി പറഞ്ഞേക്കാണ് അല്ലെ? ഞാൻ ഇവിടെ നിൽക്കണമൊന്നുമില്ല, ഞാൻ പോവന്നെയാണ്. നിങ്ങളെ കാര്യത്തിലൊന്നും ഞാൻ ഇടപെടാനും വരുന്നില്ല. ഞാനായിട്ട് ഇനി ഒരു ബന്ധം കൊണ്ടുപോണില്ല. നല്ലതല്ലേന്ന് വിചാരിച്ചിട്ട് എന്റെ മകൾക്ക് ഞാൻ കൊടുന്നതാണ്. ഇപ്പൊ ഇങ്ങനെയായി. ഇതല്ലേ ആള് ഇവളൊക്കെ അതിന്റെ ഉള്ളിൽ കൊണ്ട് കേട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്റെ കുടുംബം മുടിയാൻ തന്നെ ഉള്ളൂ. ഞാൻ പറഞ്ഞോണ്ടാ പോയിനോട് ആ കല്യാണം നടക്കൂലെന്ന്. എനിക്ക് കല്യാണം വേണ്ട, കളിയാട്ടും വേണ്ട. നിങ്ങൾ ഈ പേരും പറഞ്ഞാണ്ട് ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ട. ഇത് എന്റെ മകള് എന്താച്ച കാട്ടിക്കോ, ഞാൻ പോവാണ്. ഈ പേരും മയം കൊണ്ടുകാണ്ട് ഞാൻ ഇവിടെ വന്നിട്ട് ഇന്നെ വസളാക്കി വിടാനാണ് എന്റെ മകള്. ഞാൻ പോവാ. ഇജ് എന്റെ മകളെ കൊണ്ട് ഇജ് പഠിക്കന്നെ ചെയ്യും. ഞാനാണ് പറയണത്. എന്റെ മകൾ വഷളാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിലേ നാട്ടുകാരോടൊക്കെ എനിക്ക് പറയാനും അറിയാം. ഇജ് പഠിക്കൂ ജോളെ കൊണ്ട്. നിങ്ങൾ എന്താച്ച പോയി പറഞ്ഞോളിന്ന്. നിങ്ങളെ പണിയൊക്കെ നോക്കിട്ടാ. നിങ്ങൾ പറയാനുള്ളത് പറഞ്ഞോളി. ഇജ് എന്താടി ഓലോടൊക്കെ പറയണത്? നാട്ടുകാർ നെഞ്ഞത്തും വേറെ തുടങ്ങിയജി. ഞാൻ നിങ്ങളോട് എന്താ പറഞ്ഞത്? എനിക്ക് ഒരാളെ ഇഷ്ടാണ്, എനിക്ക് അയാളെ മതി എന്നല്ലേ പറഞ്ഞു. ഞാൻ അയാളെ കൂടെ പോകുന്നു നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ അനക്ക് ഒരുത്തനോട് പ്രേമാണ് എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ എന്തെന്ന് പറയേണ്ടത്? ഇപ്പൊ ഓലോട് വിളിച്ച് പറയൊക്കെ വേണ്ടേ? ഇജ്ജ് ഇങ്ങനെ നേരം വെളുത്തിച്ച് പോണുണ്ടല്ലോ. അപ്പൊ നീ വേറെ ആരെങ്കിലും പിന്നെ ചാടി പോകൂലെന്ന് എന്താ ഉറപ്പ്? ഞാൻ ആരെ കൂടിയും പോകൂല. ഞാൻ എന്റെ ഇഷ്ടങ്ങളോട് പറഞ്ഞെന്നല്ലേ ഉള്ളൂ. എന്നിട്ടിപ്പോ എന്താ ഉണ്ടായത്? ആരെയും മുഴുവൻ ഞമ്മളെന്നല്ലേ. ഇനിയിപ്പൊ ആ കല്യാണം മുടങ്ങിയിട്ടുണ്ടാവും. ഇനി വേറെ ഏതെങ്കിലും വരുമ്പോ വരട്ടെ.
ഓളവ് മുടക്കും ഇനിയിപ്പൊ പോയിട്ട് ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് തൊള്ളോണ്ട് ആദ്യം തന്നെ പറഞ്ഞൂടെ? എനിക്ക് ഓനെ തന്നെ മതിയെന്നല്ലേ ഞാൻ വിചാരിച്ചേ. ഞാൻ എന്റെ കല്യാണം നോക്കുന്നത് പറഞ്ഞപ്പോ എന്റെ ഇഷ്ടം ഞാൻ അങ്ങോട്ട് പറഞ്ഞെന്നല്ലേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ വേണ്ട, അത്രല്ലേ ഉള്ളൂ. ഒന്ന് പറഞ്ഞതിന്റെ മുന്നേ എടുത്ത് ചാടിയിട്ട് എല്ലാരെയും ഉണ്ട് അറിയിച്ച്. ഇനി പോളാണെന്നുണ്ടെങ്കിൽ എല്ലാരോടും പറയും ചെയ്യും. ഇനിയിപ്പോ വരാന്ന് പറഞ്ഞ ആ ചെക്കന്റെ പെരയിൽ ഇപ്പൊ അത് എത്തിച്ചിട്ടുണ്ടാവും. അല്ലാത്തൊരു കഷ്ടായിപ്പോ.